ഒരു ദിവസം അതിരാവിലെ കുട്ടനാട്ടിലെ പുളിങ്കുന്നാറ്റിൽ വലയെറിയാൻ പോയതായിരുന്നു മീൻപിടുത്തക്കാരൻ രാഘവൻ. അപ്പോഴാണ് പുഴയിൽ കൂടി തലയില്ലാത്ത ഒരു ശവശരീരം ഒഴുകി വരുന്നത് അയാൾ കാണുന്നത്. പരിഭ്രമിച്ച രാഘവന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് കുറച്ചു ചെറുപ്പക്കാർ ഓടിക്കൂടുകയും അവർ പുഴയിലേക്ക് വള്ളമിറക്കി മൃതശരീരം കയർ കെട്ടി കരയ്ക്കടുപ്പിക്കുകയും ചെയ്തു. ഇതിനോടകം തന്നെ ആരൊക്കെയോ ചേർന്ന് പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് പുളിങ്കുന്ന് എസ്ഐയും സംഘവും അവിടെ എത്തി. അധികം താമസിയാതെ തന്നെ പുളിങ്കുന്ന് സിഐയും ആലപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടറായ ശ്രീ സോമൻ സാറും ഡിവൈഎസ്പി ആയ ശ്രീ രവികുമാർ സാറും സംഭവസ്ഥലത്തെത്തി. മൃതദേഹ പരിശോധനയിൽ നിന്നും വെറും ജട്ടിയും ബനിയനും മാത്രം ധരിച്ച തലയില്ലാത്ത ആ ശവശരീരം ഒരു ചെറുപ്പക്കാരൻ്റെതാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വയറിൽ നെടുകെ വലിയൊരു മുറിവുണ്ടായിരുന്നു. ആ മുറിവിൽ കൂടി കുടൽ പുറത്തു ചാടിയിരുന്നു. ഏതോ മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചിട്ടാണ് തല ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റിയിരിക്കുന്നതെന്നും വയറിൽ വലിയ മുറിവുണ്ടാക്കിയിരിക്കുന്നതെന്നും പോലീസുകാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൊല ചെയ്തിട്ട് കൊല്ലപ്പെട്ടയാൾ ആരാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തല ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റിയിരിക്കുന്നത്. സാധാരണഗതിയിൽ വയർ കീറി തുറന്ന് വെള്ളത്തിലിട്ടാൽ ശവശരീരം പൊന്തി വരാറില്ല. പക്ഷേ ഇവിടെ മൃതശരീരം പൊന്തി വന്നിരിക്കുന്നു. ശരീരത്തിലാണെങ്കിൽ ആളെ തിരിച്ചറിയാനുള്ള യാതൊരു അടയാളവുമില്ല. ഇതിൽ നിന്നും കൊലയാളി ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരിക്കാമെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയത്. പക്ഷേ മൃതശരീരത്തിന് തലയില്ലാത്തത് കൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാനോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധ്യമല്ല എന്നോർത്ത് പോലീസ് സംഘം നിരാശരാവുകയും അന്വേഷണം വഴിമുട്ടി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇൻക്വസ്റ്റ് നടക്കുന്ന കരഭാഗത്തേക്ക് ദൈവം കൊടുത്തുവിട്ട ഒരു തെളിവ് മാതിരി പുഴയിൽ കൂടി ഒരു തല ഒഴുകി വരുന്നത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുട്ടപ്പായൽ ചെടിയുടെ ഒരു ചെറു കൂട്ടത്തിലേറിയിട്ടായിരുന്നു ആ തല കരയിലേക്ക് ഒഴുകി വന്നത്. പോലീസുകാർ വെള്ളത്തിൽ നിന്നും തലയെടുത്ത് ആ മൃതശരീരത്തിന് ചേർത്ത് വച്ചപ്പോൾ മുറിപ്പാടുകൾ തമ്മിൽ കൃത്യമായി യോജിച്ചു. പക്ഷേ മുഖത്തെ തൊലി ചീഞ്ഞഴുകിപ്പോയിരുന്നതിനാലും കണ്ണും നാവും ചീഞ്ഞു വീർത്തിരുന്നതിനാലും ആളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അന്വേഷണ സംഘം. കൊല നടത്തിയതിനു ശേഷം പുഴയുടെ ഏതോ കോണിൽ വലിച്ചെറിഞ്ഞ ശിരസ് അന്വേഷണ സംഘത്തിന്റെ അടുത്തേക്ക് ഒഴുകി വന്നത് ഒരു ആസൂത്രിത കൊലപാതകത്തിന്റെ കഥയുമായാണ്. നിലച്ചിരിക്കാതെ ഒഴുകി വന്ന ആ നിർണായക തെളിവ് മറനീക്കി പുറത്തു കൊണ്ടുവന്നത് ഒരു നിയമപാലകന്റെ ക്രൂര ചെയ്തികളുടെ കഥയാണ്. ആ കഥ കേൾക്കാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം. ഞാൻ ബിജി. സർജനായ ഡോക്ടർ രാധാകൃഷ്ണനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കൊല്ലപ്പെട്ടയാൾ 35 വയസ്സ് പ്രായമുള്ള പുരുഷനാണെന്നും തല ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റിയതും വയർ കീറി മുറിച്ചതും മരണശേഷം മാത്രമാണെന്നും മൂർച്ചയുള്ള ഒരു ആയുധമാണ് അതിനായി ഉപയോഗിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആന്തരിക അവയവ പരിശോധനയിൽ ശ്വാസം മുട്ടിച്ചാണ് കൊല നടത്തിയിരിക്കുന്നത്. മുഖത്തിലോ കഴുത്തിലോ ബലപ്രയോഗം നടത്തിയതുകൊണ്ടായിരിക്കാം മരണം സംഭവിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖം അഴുകിപ്പോയിരുന്നതിനാലും തല ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റിയിരിക്കുന്നതിനാലും കൊല്ലപ്പെട്ടയാളെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും നൽകാൻ ഡോക്ടർ രാധാകൃഷ്ണന് സാധിച്ചില്ല. അപ്പോഴാണ് അന്നത്തെ ദിനപത്രത്തിൽ ഹരിപ്പാട്ടുകാരനായ സോമൻ എന്ന ബാങ്ക് മാനേജരെ ഒരാഴ്ചയായി കാണാനില്ല എന്നൊരു വാർത്ത ഡിവൈഎസ്പി രവികുമാർ സാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ ഹരിപ്പാട്ടുള്ള സോമന്റെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ശവശരീരം കാണിച്ചു കൊടുത്തെങ്കിലും ആ ശരീരം സോമന്റേതാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, അന്ന് രാവിലെ സോമന്റെ ഭാര്യയ്ക്ക് എറണാകുളത്ത് നിന്നും സോമന്റെ ഒരു കത്തും ലഭിച്ചിരുന്നു. എന്നാൽ കൂടെ വന്ന ചില സുഹൃത്തുക്കൾ മൃതശരീരത്തിലെ മേൽവരിയിലെ പല്ലുകൾക്കും സോമന്റെ പല്ലുകൾക്കും സാമ്യമുണ്ടെന്ന അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഇരിക്കെയാണ് രാമങ്കരി പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. തോമസ് എന്ന ബോട്ട് ഡ്രൈവർ ഒരു ചെറുപ്പക്കാരന്റെ ശവശരീരം തന്റെ ബോട്ടിൽ കയറ്റി പുളിങ്കുന്നാറ്റിൽ കൊണ്ടുപോയി തള്ളി എന്നതായിരുന്നു ആ വിവരം. സുഹൃത്തുമായി മദ്യപിച്ചിരിക്കെ തനിക്ക് ഒന്നിനെയും പേടിയില്ല എന്നും ഒരു ചെറുപ്പക്കാരന്റെ മൃതശരീരം അർദ്ധരാത്രിയിൽ തന്റെ ബോട്ടിൽ കയറ്റി പുളിങ്കുന്നാറ്റിൽ കൊണ്ടുപോയി തള്ളിയവനാണ് താനെന്നും സുഹൃത്തിനോട് വീമ്പിളക്കിയതായിരുന്നു തോമസ്. എന്നാൽ സുഹൃത്ത് ആ വിവരം പോലീസിനെ അറിയിച്ചു. രവികുമാർ സാറ് ഉടൻ തന്നെ തോമസിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ വിവരം പുറം ലോകം അറിഞ്ഞത്.
രാമങ്കരി സബ് ഇൻസ്പെക്ടറുടെ പോലീസ് ബോട്ടിലെ ഡ്രൈവറായിരുന്നു തോമസ്. ശവം പുഴയിൽ നിന്നും കിട്ടുന്നതിന് 3 ദിവസം മുമ്പ് സബ് ഇൻസ്പെക്ടർ തോമസിനെ തന്റെ ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തി. ക്വാർട്ടേഴ്സിലെത്തിയ തോമസ് കാണുന്നത് കുളിമുറിയിൽ കിടക്കുന്ന ഒരു യുവാവിന്റെ ശവശരീരമാണ്. തനിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതാണെന്നും യുവാവിന്റെ ശവശരീരം പുഴയിൽ കളയാൻ തന്നെ സഹായിക്കണമെന്നും സബ് ഇൻസ്പെക്ടർ തോമസിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ സബ് ഇൻസ്പെക്ടറുടെ ആ അഭ്യർത്ഥന തോമസ് നിരസിച്ചു. അപ്പോഴേക്കും സബ് ഇൻസ്പെക്ടർ തന്റെ റിവോൾവർ എടുത്ത് തോമസിന് നേരെ ചൂണ്ടിയിട്ട് കൊലക്കുറ്റം അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കാണ്ടിരിക്കാൻ തോമസിന് കഴിഞ്ഞില്ല. രണ്ടുപേരും ചേർന്ന് ശവശരീരം ബോട്ടിലെടുത്തിട്ടിട്ട് പുഴയിലേക്ക് പോയി. ബോട്ടിൽ വച്ച് തന്നെ ഒരു മലപ്പുറം കത്തി ഉപയോഗിച്ച് സബ് ഇൻസ്പെക്ടർ ശരീരത്തിൽ നിന്നും തല മുറിച്ചു മാറ്റി വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് കുറെ ദൂരം ചെന്നതിനു ശേഷമാണ് ശവശരീരത്തിന്റെ വയറ് കീറി മുറിച്ചിട്ട് ആ ശരീരവും പുഴയിലേക്ക് എറിഞ്ഞത്. എന്നിട്ട് രണ്ടുപേരും കൂടെ തിരികെ പോന്നു. കുറ്റബോധം കൊണ്ടും ഭയം കൊണ്ടും തോമസ് 2 ദിവസം വെളിയിലിറങ്ങാതെ വീട്ടിലിരുന്ന് തന്നെ മദ്യപിച്ചു. സുഹൃത്തും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോഴാണ് കാര്യങ്ങളൊക്കെ തോമസ് സുഹൃത്തിനോട് പറഞ്ഞത്. തുടർന്ന് ഡിവൈഎസ്പി രവികുമാർ സാറ് സബ് ഇൻസ്പെക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും വ്യക്തമായ ഒരു മറുപടി അയാളിൽ നിന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് എസ്.പി. എം.ബി. ബാലകൃഷ്ണ സാറിന്റെയും ഡിവൈഎസ്പി ജെ അലക്സാണ്ടർ സാറിന്റെയും നേതൃത്വത്തിലായിരുന്നു പിന്നീടുള്ള അന്വേഷണം. എസ്.പി. ബാലകൃഷ്ണൻ സാറിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാണ്ട് സബ് ഇൻസ്പെക്ടർ കുറ്റസമ്മതം നടത്തി. പോലീസ് ക്വാർട്ടേഴ്സിൽ സബ് ഇൻസ്പെക്ടർ തന്റെ 2ാം ഭാര്യയോടൊപ്പമാണ് താമസിച്ചിരുന്നത്. 2ാം ഭാര്യയുടെ മുൻ കാമുകനായിരുന്നു കൊല്ലപ്പെട്ട ബാങ്ക് മാനേജർ സോമൻ. അവർ തമ്മിലുള്ള ബന്ധം അപ്പോഴും തുടരുന്നുണ്ടെന്ന സംശയമാണ് സബ് ഇൻസ്പെക്ടറെ ഇങ്ങനെ ഒരു കൊലപാതകത്തിൽ കൊണ്ടെത്തിച്ചത്. ഭാര്യയെ കൊണ്ട് ബാങ്ക് മാനേജറെ തന്ത്രപൂർവ്വം ക്വാർട്ടേഴ്സിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം സബ് ഇൻസ്പെക്ടർ അയാളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുകയായിരുന്നു. അതിനുശേഷം ബോട്ട് ഡ്രൈവറായ തോമസിന്റെ സഹായത്തോടു കൂടി ബോഡി പുളിങ്കുന്ന് പുഴയിൽ കൊണ്ടെറിയുകയായിരുന്നു. ശരീരത്തിൽ നിന്നും തല വെട്ടിമാറ്റി പുഴയിലെറിഞ്ഞാൽ പൊന്തി വരില്ല എന്നും ശരീരത്തിലെ വയർ കീറി പുഴയിലെറിഞ്ഞാൽ പൊന്തി വരില്ല എന്നും സബ് ഇൻസ്പെക്ടർ കരുതി. എന്നാൽ രണ്ടും സംഭവിക്കാത്തത് വിധിയുടെ വിളയാട്ടമാണ്. സബ് ഇൻസ്പെക്ടർ കുറ്റസമ്മതം നടത്തിയതോടെ തെളിവുകൾ ശേഖരിക്കാനായിരുന്നു എസ്.പി. ബാലകൃഷ്ണൻ സാറിന്റെ അടുത്ത നീക്കം. പുളിങ്കുന്നാറ്റിൽ നിന്ന് ലഭിച്ച മൃതശരീരം സോമന്റേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ട ചുമതല അന്ന് പോലീസ് മെഡിക്കോ ലീഗൽ ഉപദേശകനായിരുന്ന ഡോക്ടർ ബി ഉമാദത്തന്റേതായിരുന്നു. പുഴയിലൂടെ ഒഴുകി വന്ന ശിരസും കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന സോമന്റെ മുഖത്തിന്റെ ചിത്രവും ഒരുമിച്ച് വച്ച് ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷൻ ചെയ്യാൻ ഡോക്ടർ ബി ഉമാദത്തൻ തീരുമാനിച്ചു. മുഖത്തിന്റെയും തലയോട്ടിന്റെയും യഥാർത്ഥ വലിപ്പമുള്ള ചിത്രങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് താരതമ്യ നിർണയം ചെയ്യുന്നതാണ് സൂപ്പർ ഇമ്പോസിഷൻ. അപ്രകാരം ഒന്നിച്ചു വെക്കുമ്പോൾ മുഖാസ്ഥിയുടെ 8 സ്ഥാനങ്ങൾ മുഖത്തിലെ 8 സ്ഥാനങ്ങളുമായി ഒത്തുചേർന്നാൽ തലയോട് മരിച്ചയാളുടേതാണെന്ന് പറയുവാൻ കഴിയും. കൊല്ലപ്പെട്ട സോമന്റെ വിവാഹ ഫോട്ടോയിൽ നിന്നും മുഖത്തിന്റെ ചിത്രമെടുത്ത് യഥാർത്ഥ വലിപ്പത്തിലാക്കി തലയോടിന്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള ചിത്രവുമായി സൂപ്പർ ഇമ്പോസ് ചെയ്താണ് താരതമ്യ പഠനം നടത്തിയത്. ഫോട്ടോഗ്രാഫിക് സൂപ്പർ ഇമ്പോസിഷനിലൂടെ തലയോട്ടിനും മുഖത്തിനും നല്ല സാമ്യമുണ്ടെന്ന് ഡോക്ടർ ബി ഉമാദത്തൻ കണ്ടുപിടിച്ചു. കൊലയ്ക്കുപയോഗിച്ച കത്തിയും കൊല്ലപ്പെട്ട സോമന്റെ ബാഗും പുളിങ്കുന്നാറ്റിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു എന്ന് ബോട്ട് ഡ്രൈവറായ തോമസ് മൊഴി നൽകിയിരുന്നു. അതനുസരിച്ച് സമീപവാസികളായ കക്കവാരുന്ന തൊഴിലാളികളെ കൊണ്ട് പുളിങ്കുന്നാറ്റിൽ മുങ്ങിത്തപ്പിച്ചെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ക്രൈംബ്രാഞ്ച് IG ആയ ശ്രീ സത്താർ കുഞ്ഞു സാറ് നേവിയുടെ സഹായം തേടി. നേവിയിലെ പരിചയസമ്പന്നരായ മുങ്ങൽ വിദഗ്ധർക്ക് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം ബാഗ് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞു. ഈ തെളിവുകളുടെയും ബോട്ട് ഡ്രൈവർ തോമസിന്റെ സാക്ഷിമൊഴിയുടെയും ഇൻസ്പെക്ടറുടെ കുറ്റസമ്മതത്തിന്റെയും അടിസ്ഥാനത്തിൽ കോടതി രാമങ്കരി സബ് ഇൻസ്പെക്ടർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും സർവീസിൽ നിന്ന് നീക്കുകയും ചെയ്തു. എത്ര വിദഗ്ധമായി ചെയ്ത കുറ്റകൃത്യമാണെങ്കിലും വിധിയുടെ ലീലാവിനോദങ്ങൾ ആ കുറ്റകൃത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരും. ഒഴുകി വന്ന ഒരു തെളിവ് മറനീക്കി പുറത്തു കൊണ്ടുവന്ന ബാങ്ക് മാനേജർ സോമന്റെ കൊലപാതകത്തെ പറ്റിയിട്ടുള്ള ഈ അവതരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി.